SSLC, higher secondary എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായി 90+ മൈ ട്യൂഷൻ ആപ്പിൽ പുതിയ അപ്ഡേറ്റ്. ഗുഡ് ഈവനിംഗ് 100 ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരായ സർക്കാർ നീക്കത്തിന് തിരിച്ചടി. ED ഉദ്യോഗസ്ഥർക്ക് എതിരായ ക്രൈംബ്രാഞ്ച് കേസ് ഹൈക്കോടതി റദ്ദാക്കി. സന്ദീപ് നായരുടെ പരാതിയിൽ വിചാരണാ കോടതിക്ക് ഉചിതമായ തീരുമാനമെടുക്കാം. അന്വേഷണ വിവരങ്ങൾ മുദ്രവച്ച കവറിൽ കൈമാറാനും നിർദ്ദേശം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരായ ക്രൈംബ്രാഞ്ചിന്റെ FIR റദ്ദാക്കിയ ഹൈക്കോടതി വിധി സ്വാഗതാർഹമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കേന്ദ്രം നടത്തുന്ന അന്വേഷണത്തിന്റെ നിഷ്പക്ഷത വിധിയിലൂടെ വ്യക്തമായി. മുഖ്യമന്ത്രിയും CPIM-ഉം പാഠം ഉൾക്കൊള്ളണമെന്നും വി മുരളീധരൻ. കള്ളക്കളി കോടതി പൊളിച്ചെന്ന് പ്രതിപക്ഷ നേതാവ്. വിധി പരിശോധിച്ച ശേഷം തുടർ നടപടിയെന്ന് നിയമവകുപ്പ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ KM ഷാജിയെ വിജിലൻസ് വീണ്ടും ചോദ്യം ചെയ്യും. പിടിച്ചെടുത്ത പണം തെരഞ്ഞെടുപ്പ് ഫണ്ടെന്ന് KM ഷാജി. കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ ഒരാഴ്ച സാവകാശം തേടി. സ്വന്തം സമ്പാദ്യമെങ്കിൽ എന്തുകൊണ്ട് രേഖകൾ വൈകുന്നുവെന്ന് വിജിലൻസ്. ജോൺ ബ്രിട്ടാസും ഡോക്ടർ വി ശിവദാസനും CPIM-ന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥികൾ. തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ. പാർട്ടി കണ്ടെത്തിയത് മികച്ച സ്ഥാനാർത്ഥികളെന്ന് A വിജയരാഘവൻ. CPIM ഏകപക്ഷീയമായി സീറ്റുകൾ ഏറ്റെടുത്തതിനെതിരെ LDF യോഗത്തിൽ വിമർശനവുമായി ജനതാദൾ എസ്. UDF സ്ഥാനാർത്ഥി PV അബ്ദുൾ വഹാബ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. CPIM-ന്റെ മറുപടിയുമായി NSS. RSS-നോടും രാഷ്ട്രീയ പാർട്ടികളോടും തുല്യ അകലം. വോട്ടെടുപ്പ് ദിവസം ജനറൽ സെക്രട്ടറി നടത്തിയ പ്രസ്താവനയ്ക്ക് മതസാമുദായിക പരിവേഷം നൽകിയത് മുഖ്യമന്ത്രി. A വിജയരാഘവന്റെ ലേഖനം വളഞ്ഞ വഴിയിലൂടെയുള്ള ഉപദേശമെന്നും NSS. മുഖപത്രത്തിൽ എഴുതിയത് CPIM-ന്റെ നിലപാടെന്ന് A വിജയരാഘവൻ. പാനൂർ മൻസൂർ കൊലപാതക കേസിൽ മുഖ്യപ്രതി സുഹൈൽ കോടതിയിൽ കീഴടങ്ങി. നിയമവ്യവസ്ഥയ്ക്ക് മുന്നിലേക്ക് വരികയാണെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിട്ട ശേഷമാണ് കീഴടങ്ങൽ. മൻസൂർ കൊലപാതകത്തിൽ പങ്കില്ലെന്നും കള്ളക്കേസിൽ കുടുക്കിയെന്നും സുഹൈൽ. ആക്രമണം സൂചിപ്പിച്ച് വാട്സാപ്പിൽ പോസ്റ്റിട്ടത് വികാര പ്രകടനം മാത്രമാണെന്നും വിശദീകരണം. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. തൃശൂർ പൂരത്തിൽ ഘടകപൂരങ്ങളിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണത്തിന് പരിധിയില്ല. പങ്കെടുക്കുന്നവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധം. അവസാനവട്ട ഒരുക്കത്തിൽ തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളും ഘടകക്ഷേത്രങ്ങളും. പൂരത്തിന് കൂടുതൽ പാസ് അനുവദിക്കണമെന്ന് ഘടകക്ഷേത്രങ്ങൾ. കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ ഉലഞ്ഞ രാജ്യം. തുടർച്ചയായ രണ്ടാം ദിവസവും പ്രതിദിന കോവിഡ് കണക്ക് 2 ലക്ഷം പിന്നിട്ടു. 24 മണിക്കൂറിനിടെ 2,17,000 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 1185 മരണം. രോഗമുക്തി നിരക്ക് 88.31% കുറഞ്ഞു. നിയന്ത്രണങ്ങൾ ശക്തമാക്കി കൂടുതൽ സംസ്ഥാനങ്ങൾ. സംസ്ഥാനത്തും കോവിഡ് വ്യാപനം അതിരൂക്ഷം. പ്രതിദിന രോഗബാധിതരുടെ എണ്ണം 10,000 കടന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15% അടുത്തെത്തി. കോഴിക്കോടും എറണാകുളത്തും 1000-ലധികം പുതിയ രോഗികൾ. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയായി വാക്സിൻ ക്ഷാമം. സംസ്ഥാനത്ത് വാക്സിൻ ക്ഷാമം രൂക്ഷം. എറണാകുളത്തടക്കം സ്വകാര്യ ആശുപത്രികളിലെ വാക്സിൻ വിതരണം തടസ്സപ്പെട്ടു. ആലപ്പുഴയിൽ മെഗാ വാക്സിനേഷൻ ക്യാമ്പുകൾ നിർത്തിവെച്ചു. വാക്സിനേഷൻ ക്യാമ്പുകളിൽ നൽകുന്നത് പരമാവധി 250 കുത്തിവയ്പ്പുകൾ മാത്രം. ഇടുക്കി ജില്ലയിൽ വാക്സിൻ വിതരണം കേന്ദ്രങ്ങളുടെ എണ്ണം 58-ൽ നിന്ന് 30 ചുരുക്കി. മുഖ്യമന്ത്രിക്കെതിരായ കോവിഡിയറ്റ് പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കോവിഡ് സ്ഥിരീകരിച്ച ഭാര്യയ്ക്കൊപ്പം മുഖ്യമന്ത്രി കാറിൽ സഞ്ചരിച്ചത് പ്രോട്ടോകോൾ ലംഘനമാണ്. പ്രോട്ടോകോൾ അറിയില്ലെങ്കിൽ ആരോഗ്യമന്ത്രിക്ക് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല. വസ്തുതാപരമായല്ല ആരോഗ്യമന്ത്രി സംസാരിക്കുന്നതെന്നും വി മുരളീധരൻ. കുംഭമേള സംഘടിപ്പിക്കുന്നതിൽ അനിശ്ചിതത്വം. കുംഭമേള അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് ഉത്തരാഖണ്ഡ് സർക്കാർ. കുംഭമേളയിലെ ചടങ്ങുകൾ പാതിവഴി അവസാനിപ്പിക്കേണ്ടതില്ലെന്ന് മന്ത്രി ബൻസിന്ധർ ഭഗത്. കോവിഡ് സ്ഥിരീകരിച്ച സന്യാസിമാരുടെ എണ്ണം 30. KT ജലീലിനെതിരായ ലോകായുക്ത വിധിക്കെതിരെ സർക്കാർ കോടതിയിലേക്കില്ല. ജലീൽ രാജിവെച്ച സാഹചര്യത്തിൽ റിട്ട് ഹർജി നൽകേണ്ടതില്ലെന്ന് തീരുമാനം. സർക്കാരിന് നേരിട്ട് ഹർജി നൽകാമെന്ന് അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം ലഭിച്ചിരുന്നു. KT ജലീലിനെ പിന്തുണച്ച് A വിജയരാഘവൻ. രാജിവെച്ചത് ധാർമ്മികത ഉയർത്തിപ്പിടിച്ചെന്ന് വിശദീകരണം. ആലപ്പുഴ വള്ളികുന്നത്തെ അഭിമന്യുവിന്റെ കൊലപാതകത്തിൽ മുഖ്യപ്രതിയടക്കം 2 പേർ പിടിയിൽ. മുഖ്യപ്രതി RSS പ്രവർത്തകൻ സജയ്ജിത്ത് പലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. വള്ളികുന്നം സ്വദേശി ജിഷ്ണു രാമമംഗലത്ത് പിടിയിലായി. പ്രതികളെ അന്വേഷണ സംഘത്തിന് കൈമാറി. പരിശീലനം ലഭിച്ച RSSകാരാണ് കൊലയ്ക്ക് പിന്നിലെന്ന് CPIM ആലപ്പുഴ ജില്ലാ നേതൃത്വം.
സഭാ തർക്ക കേസിൽ നിയമനിർമ്മാണത്തിന് നിർദ്ദേശം നൽകണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി. സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകണമെന്ന ഹർജി സുപ്രീം കോടതി അംഗീകരിച്ചില്ല. നടപടി ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റേത്. ISRO ചാരക്കേസിൽ കെ കരുണാകരനെ ബലിയാടാക്കിയെന്ന് KV തോമസ്. കുടുക്കാൻ പലരും ശ്രമിച്ചുവെന്നും കരുണാകരന് നീതി ലഭിച്ചില്ലെന്നും KV തോമസ് 24നോട്. ISRO ചാരക്കേസിൽ AK ആന്റണിയെയും ഉമ്മൻചാണ്ടിയെയും ചോദ്യം ചെയ്യണമെന്ന് PC ചാക്കോ. ഗൂഢാലോചന ഇരുവരുടെയും അറിവോടെയെന്നും വിമർശനം. സുപ്രീം കോടതി നിർദ്ദേശത്തിന് പിന്നാലെ നമ്പിനാരായണനുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്രമന്ത്രി V മുരളീധരൻ. അരമണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയിൽ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ISRO കേസിൽ വസ്തുതകൾ പുറത്തുവന്നതിൽ സന്തോഷമെന്ന് V മുരളീധരൻ. ബംഗാളിൽ 5ാം ഘട്ട തെരഞ്ഞെടുപ്പ് നാളെ. വിധിയെഴുതുക 45 മണ്ഡലങ്ങൾ. സംഘർഷങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സംസ്ഥാനത്ത് കനത്ത സുരക്ഷ. കേന്ദ്രസേനയും രംഗത്ത്. BJP സംസ്ഥാന അധ്യക്ഷൻ ദുലീപ് ഘോഷിന് ഒരു ദിവസത്തെ പ്രചാരണ വിലക്ക്. കേരളത്തിൽ കാലവർഷം സാധാരണയിൽ കൂടുതലാവാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടവപ്പാതിക്ക് സാധാരണ മഴയായിരിക്കും ലഭിക്കുകയെന്നും പ്രവചനം. സംസ്ഥാനത്തെ മലയോര മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി ജില്ലയിൽ യെല്ലോ അലർട്ട്. 40 കിലോമീറ്റർ വേഗത്തിലുള്ള കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാം. G സുധാകരനെതിരായ പരാതിയിൽ കേസെടുക്കണമെന്ന് KPCC ജനറൽ സെക്രട്ടറി A ഷുക്കൂർ. അധികാരപരിധിയിലല്ല സംഭവം നടന്നതെങ്കിൽ ബന്ധപ്പെട്ട സ്റ്റേഷനിലേക്ക് കേസ് കൈമാറണം. കേസെടുക്കാത്ത പക്ഷം നിയമപരമായ മറ്റു വഴികൾ തേടാൻ നിർബന്ധിതമാകുമെന്നും A ഷുക്കൂർ. പരാതിയെക്കുറിച്ച് അറിയില്ലെന്ന് CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ. കോൺഗ്രസിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് അനിവാര്യമെന്ന് K മുരളീധരൻ. തെരഞ്ഞെടുപ്പിനോട് രാഹുൽ ഗാന്ധിക്ക് പൂർണ്ണ യോജിപ്പ്. തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാകണം ഇനി പാർട്ടിയെ നയിക്കേണ്ടതെന്നും K മുരളീധരൻ. തിരുവനന്തപുരം പള്ളിപ്പുറത്ത് സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് 100 പവൻ കവർന്ന കേസിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. 5 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. കൊല്ലം കുരീപ്പുഴയിൽ കന്യാസ്ത്രീ കിണറ്റിൽ മരിച്ച നിലയിൽ. പാവുമ്പ സ്വദേശി മേബിൾ ജോസഫാണ് മരിച്ചത്. ശാരീരിക ബുദ്ധിമുട്ട് സഹിക്കാൻ കഴിയാത്തതിനാൽ ജീവനൊടുക്കുന്നുവെന്ന് ആത്മഹത്യാക്കുറിപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് തരംഗ സാധ്യതയെന്ന് CPIM. LDFന് 80 മുതൽ 101 സീറ്റുകൾ വരെ ലഭിക്കാം. BJP വോട്ടുകൾ പലയിടത്തും നിശ്ചലമായെന്നും CPIM സെക്രട്ടേറിയറ്റിൽ വിലയിരുത്തൽ. അപവാദ പ്രചാരണങ്ങൾ ജനം തള്ളിക്കളയുമെന്ന് A വിജയരാഘവൻ. പുണ്യമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച പ്രാർത്ഥനകളോടെ വിശ്വാസി സമൂഹം പള്ളികളിൽ ജുമാ നമസ്കാരത്തിനെത്തി. കോവിഡ് സാഹചര്യത്തിൽ വിശ്വാസികളെ പ്രവേശിപ്പിച്ചത് നിയന്ത്രണങ്ങളോടെ. ദേശീയ വാർത്തകൾ. ഡൽഹി എയിംസിലെ കോവിഡ് സാഹചര്യം വിലയിരുത്തി കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷ് വർദ്ധൻ. കോവിഡ് കൈകാര്യം ചെയ്യാൻ മെച്ചപ്പെട്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശരിയായ വിധത്തിലാണ് 2ാം തരംഗത്തെ കൈകാര്യം ചെയ്തതെന്നും ആരോഗ്യമന്ത്രി. വാരാന്ത്യ ദിനങ്ങളിൽ സർവീസുകൾ വെട്ടിക്കുറച്ച് ഡൽഹി മെട്രോ. സർവീസ് നടത്തുക 15 മിനിറ്റ് നേരത്തെ ഇടവേളകളിൽ. തീരുമാനം കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ. ശിരോമണി അകാലിദൾ നേതാവ് ഹർസിമ്രത് കൗർ ബാദലിന് കോവിഡ്. രോഗലക്ഷണത്തെ തുടർന്ന് നടത്തിയ ടെസ്റ്റിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. സമ്പർക്കത്തിൽ ഏർപ്പെട്ടവർ നിരീക്ഷണത്തിൽ കഴിയണമെന്ന് ഹർസിമ്രത് കൗറിന്റെ ട്വീറ്റ്. പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെയുണ്ടായ കൂച്ച്ബിഹാർ വെടിവെപ്പിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ്. കൽക്കത്ത ഹൈക്കോടതിയെയാണ് കോൺഗ്രസ് സമീപിച്ചത്. ഹർജി നൽകിയത് കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരി. ഡൽഹിയിൽ പരിശോധിച്ച 70% സ്രവ സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചെന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ച് ഡയറക്ടർ. ചില സാമ്പിളുകളിൽ ഇരട്ട ജനിതക മാറ്റം വന്ന വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തി. മാർച്ചിൽ നടത്തിയ ടെസ്റ്റിൽ ബ്രിട്ടീഷ് അതിതീവ്ര വൈറസ് കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് ടെസ്റ്റ്. ഉത്തർപ്രദേശിൽ ഞായറാഴ്ചകളിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ. ശനിയാഴ്ച രാത്രി 8 മുതൽ തിങ്കളാഴ്ച കാലത്ത് 7 മണി വരെയാണ് നിയന്ത്രണം. സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ അടച്ചിടും. മാസ്ക് ധരിച്ചില്ലെങ്കിൽ 10,000 രൂപ വരെ പിഴ ഈടാക്കും. കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കറിന് കോവിഡ് സ്ഥിരീകരിച്ചു. മന്ത്രി തന്നെയാണ് ഇക്കാര്യം ട്വിറ്ററിലൂടെ അറിയിച്ചത്. കർണാടക മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയ്ക്ക് കോവിഡ്. സംസ്ഥാനത്തെ 7 ജില്ലകളിൽ രാത്രികാല കർഫ്യൂ പ്രഖ്യാപിച്ചു. ബംഗളൂരു ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഈ മാസം 20 വരെ നിയന്ത്രണം. ഏറ്റവും അടുത്തുള്ള കോവിഡ് വാക്സിനേഷൻ സെന്റർ കണ്ടെത്താനുള്ള സൗകര്യമൊരുക്കി ഗൂഗിൾ മാപ്പും സെർച്ച് ആപ്പും. ലൊക്കേഷൻ മുൻനിർത്തി അടുത്തുള്ള കോവിഡ് ആശുപത്രികൾ കണ്ടെത്താനും സൗകര്യമുണ്ടായിരിക്കും. നീക്കം വാക്സിൻ വിതരണം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെ.
റെംഡെസിവിറിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ നിർദ്ദേശം നൽകിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷ് വർദ്ധൻ. പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഡോക്ടർ ഹർഷ് വർദ്ധൻ. സംസ്ഥാനത്ത് കോവിഡ് വാക്സിൻ ക്ഷാമം രൂക്ഷമെന്ന് ഒഡീഷ സർക്കാർ. 1500 വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ 700 എണ്ണം പ്രവർത്തിക്കാനുള്ള വാക്സിൻ മാത്രമാണ് നിലവിലുള്ളത്. മുതിർന്ന ഗാനരചയിതാവ് പണ്ഡിറ്റ് കിരൺ മിശ്ര അന്തരിച്ചു. കോവിഡ് ബാധിതനായതിനെ തുടർന്ന് ഈ മാസം 13-നാണ് മിശ്രയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അന്ധേരി ഈസ്റ്റിലെ 7 ഹിൽസ് ആശുപത്രിയിൽ വെച്ചാണ് മരണം. തെലുങ്ക് സിനിമാ താരം പവൻ കല്യാണിന് കോവിഡ് രോഗലക്ഷണത്തെ തുടർന്ന് നടത്തിയ ടെസ്റ്റിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. താരം വീട്ടിൽ സ്വയം നിരീക്ഷണത്തിൽ. ജഡ്ജി കോവിഡ് ബാധിതനായതിനെ തുടർന്ന് INX മീഡിയ കേസ് മാറ്റിവെച്ചു. ഡൽഹി CBI പ്രത്യേക കോടതി ജഡ്ജി MK നാഗ്പാലിനാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. P ചിദംബരവും കാർത്തി ചിദംബരവും വീഡിയോ കോൺഫറൻസിംഗ് മുഖേന ഹാജരായത് കോടതി രേഖകളിൽ ഉൾപ്പെടുത്തി. ഇന്ത്യൻ ആർമി വാഹനങ്ങളുടെ പതാകയുടെ നിറം മാറ്റി ചുവപ്പിൽ നിന്ന് നീലയായിട്ടാണ് മാറ്റിയത്. കശ്മീർ താഴ്വരയിൽ കൂടുതൽ സൗഹാർദ്ദം ഉണ്ടാക്കുകയാണ് ലക്ഷ്യം. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജുകളുടെ നടക്കാനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. നടപടി കോവിഡ് വ്യാപനം കണക്കിലെടുത്ത്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. കൂടുതൽ റെംഡെസിവിർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് കർണാടക. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയോട് ചർച്ച നടത്തി ഉത്തരാഖണ്ഡ് ചീഫ് സെക്രട്ടറി ഓം പ്രകാശ്. തമിഴ് നടൻ വിവേകിന് ഹൃദയാഘാതം. ചെന്നൈ വടർപളനി സിംസ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ. വിവേകിന്റെ നില ഗുരുതരമാണെന്ന് ആശുപത്രി അധികൃതർ. ജമ്മു കശ്മീരിലെ കുൽഗാമിൽ വനിതാ സിവിൽ പോലീസ് ഓഫീസറെ അറസ്റ്റ് ചെയ്തു. തീവ്രവാദത്തെ മഹത്വവൽക്കരിക്കുകയും സർക്കാർ ഉദ്യോഗസ്ഥരെ ചുമതല നിർവഹിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നതിനുമാണ് അറസ്റ്റ്. ഇവരെ സർവീസിൽ നിന്നും പുറത്താക്കി. സസ്പെൻഡ് ചെയ്ത മുംബൈ പോലീസ് ഉദ്യോഗസ്ഥൻ റിയാസ് ഖാസിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് അയച്ചു. ഈ മാസം 23 വരെയാണ് കസ്റ്റഡി കാലാവധി. റിയാസിനെ അറസ്റ്റ് ചെയ്തത് മുകേഷ് അംബാനിയുടെ വീടിനു സമീപത്ത് നിന്ന് സ്ഫോടക വസ്തുക്കൾ നിറഞ്ഞ വാഹനം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട്. അന്തർദേശീയ വാർത്തകൾ. കനേഡിയൻ പാർലമെന്റിന്റെ ഓൺലൈൻ യോഗത്തിനിടെ MP-യുടെ നഗ്നചിത്രം പുറത്തായി. വില്യം ആമോസിന്റെ നഗ്നചിത്രമാണ് പുറത്തായത്. സൂം കോൾ കട്ടാക്കാൻ മറന്നതാണ് അബദ്ധമുണ്ടാക്കിയതെന്ന വിശദീകരണം. സമൂഹ മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി പാകിസ്ഥാൻ. നടപടി ആഭ്യന്തര കലാപം രൂക്ഷമായ പശ്ചാത്തലത്തിൽ. ഫേസ്ബുക്ക്, ട്വിറ്റർ, വാട്സാപ്പ്, ടെലിഗ്രാം, യൂട്യൂബ് എന്നിവയ്ക്കാണ് വിലക്ക്. കോവിഡ് പശ്ചാത്തലത്തിൽ ജപ്പാനിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കിയേക്കും. ഒളിമ്പിക്സിന് 100 ദിവസം മാത്രം ബാക്കി നിൽക്കെ നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നതിൽ ആശങ്ക. ടോക്കിയോ അടക്കമുള്ള നഗരങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താനാണ് സാധ്യത. അമേരിക്കയിലെ ഇൻഡ്യാനാപോളിസിലുണ്ടായ വെടിവെപ്പിൽ 8 മരണം. ആക്രമണം നഗരത്തിലെ എയർപോർട്ടിനടുത്തുള്ള ഫെഡെക്സ് യൂണിറ്റിൽ. നിരവധി പേർക്ക് പരിക്ക്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ആസ്ട്രാസെനക്കയുമായുള്ള കരാർ യൂറോപ്യൻ യൂണിയൻ പുതുക്കിയേക്കില്ലെന്ന് ഫ്രാൻസ്. നടപടി കോവിഡ് വാക്സിൻ ഉപയോഗിച്ചവരിൽ രക്തം കട്ടപിടിക്കുന്നത് ഉൾപ്പെടെയുള്ള പാർശ്വഫലങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന്. അന്തരിച്ച ഫിലിപ്പ് രാജകുമാരന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നവരുടെ ലിസ്റ്റ് പുറത്തിറക്കി ബക്കിംഗ്ഹാം കൊട്ടാരം. പട്ടികയിലുള്ളത് 30 പേർ. സംസ്കാര ചടങ്ങുകൾ നടക്കുക നാളെ. കോവിഡ് പ്രതിരോധത്തിനായി 3ാമത്തെ ഡോസ് വാക്സിൻ ഉപയോഗിക്കേണ്ടി വന്നേക്കുമെന്ന് ഫൈസർ CEO ആൽബർട്ട് ബൗർല. 2ാമത്തെ വാക്സിൻ ഡോസ് സ്വീകരിച്ചതിന് ശേഷം 12 മാസങ്ങൾക്കുള്ളിൽ 3ാമത്തെ ഡോസ് വാക്സിൻ സ്വീകരിക്കുന്നതാണ് ഉചിതം. കോവിഡ് വ്യാപനം തുടരുന്ന പശ്ചാത്തലത്തിൽ പ്രതിവർഷം പ്രതിരോധ വാക്സിൻ സ്വീകരിക്കേണ്ടി വരുമെന്നും ഫൈസർ CEO. അതിർത്തികൾ തുറക്കുന്നത് പരിഗണിച്ച് ഓസ്ട്രേലിയ. ആദ്യഘട്ടത്തിൽ കോവിഡ് വാക്സിനേഷൻ സ്വീകരിച്ചവർക്ക് അതിർത്തികൾ തുറന്നു നൽകുന്നത് പരിഗണനയിലാണെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ. നൈജീരിയയിലെ 100ഓളം സ്കൂളുകൾ അടച്ചു. നടപടി വിദ്യാർത്ഥികളെയും അധ്യാപകരെയും തട്ടിക്കൊണ്ടുപോകുന്ന സംഭവങ്ങൾ തുടരുന്നതിനാൽ. കഴിഞ്ഞ 2 ആഴ്ചകളെ തട്ടിക്കൊണ്ടുപോയത് 250-ലധികം വിദ്യാർത്ഥികളെ. വേൾഡ് എക്സ്പോയെ വരവേൽക്കാൻ പൂർണ്ണ സജ്ജമെന്ന് UAE. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ 72 സർക്കാർ തല സംഘങ്ങൾക്ക് രൂപം നൽകി. 2021 ഒക്ടോബർ 1 മുതൽ 2022 മാർച്ച് 31 വരെയാണ് വേൾഡ് എക്സ്പോ നടക്കുക. പ്രമുഖ വ്യവസായി MA യൂസഫ് അലിക്ക് നട്ടലിൽ ശസ്ത്രക്രിയ നടത്തി. ജർമ്മനിയിൽ നിന്നുള്ള പ്രശസ്ത ന്യൂറോ സർജൻ ഡോക്ടർ ഷെബാബിയുടെ നേതൃത്വത്തിലുള്ള 25 ഡോക്ടർമാർ അടങ്ങിയ വിദഗ്ധ സംഘമാണ് ശസ്ത്രക്രിയ നടത്തിയത്. യൂസഫ് അലി സുഖം പ്രാപിച്ചു വരികയാണെന്ന് ലുലു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ V നന്ദകുമാർ അറിയിച്ചു.
സ്പോർട്സ്. IPL-ൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 3 വിക്കറ്റ് ജയം. ഡൽഹി ക്യാപിറ്റൽസ് ഉയർത്തിയ 148 റൺസ് വിജയലക്ഷ്യം മറികടന്നത് 2 പന്തുകൾ ശേഷിക്കെ. ഡേവിഡ് മില്ലർക്ക് അർദ്ധ സെഞ്ചുറി. IPL-ൽ ഇന്നത്തെ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ പഞ്ചാബ് കിങ്സിന് ബാറ്റിംഗ്. ടോസ് നേടിയ ചെന്നൈ ബോളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. മത്സരം അല്പസമയത്തിനകം മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. മാഞ്ചസ്റ്റർ യുണൈറ്റഡും ആഴ്സണലും യൂറോപ്പ ലീഗ് സെമി ഫൈനലിൽ. ക്വാർട്ടർ 2ാം പാദ മത്സരത്തിൽ ഗ്രാനഡയെ യുണൈറ്റഡ് തോൽപ്പിച്ചത് 2 ഗോളുകൾക്ക്. സ്ലാവിയ പ്രാഗിനെ ആഴ്സണൽ തകർത്തത് മറുപടിയില്ലാത്ത 4 ഗോളിന്. ദക്ഷിണാഫ്രിക്ക പാകിസ്ഥാൻ 4ാം T20-യിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് മികച്ച തുടക്കം. ടോസ് നേടിയ പാകിസ്ഥാൻ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. 33 റൺസ് എടുത്ത ജനമൈൻ മലാനും 11 റൺസ് എടുത്ത ഐഡൻ മാർക്കറും പുറത്ത്. ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തിങ്കളാഴ്ച മുതൽ സന്ദർശന വിലക്ക്. നടപടി 2ാം ഘട്ട കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ. തിരക്കൊഴിവാക്കാൻ രോഗിയോടൊപ്പം കൂട്ടിരിപ്പുകാരെ മാത്രമാണ് അനുവദിക്കുക. തിരുവനന്തപുരം പാറശാല കുഴിഞ്ഞാംവിളയിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു. കൊല്ലപ്പെട്ടത് കുഴിഞ്ഞുംവിള സ്വദേശി മീന. ഭർത്താവ് ഷാജി പോലീസിൽ കീഴടങ്ങി. അപകട ഭീഷണി ഉയർത്തി കൊല്ലം കരവാളൂർ പിറക്കൽ പാലം. പാളത്തിന്റെ വീതി കൂട്ടണമെന്ന ആവശ്യം. എസ്റ്റിമേറ്റിൽ ഉൾപ്പെട്ട പാല നിർമ്മാണത്തിൽ നിന്നും ഒഴിവായതെങ്ങനെയെന്ന് നാട്ടുകാർ. കൊല്ലം ജില്ലയിൽ കൂടുതൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ. കൊറ്റങ്കര പഞ്ചായത്തിലെ 7, 17 വാർഡുകളിലെ ചില പ്രദേശങ്ങളും നടുവത്തൂർ പഞ്ചായത്തിലെ 8ാം വാർഡും കണ്ടെയ്ൻമെന്റ് സോണിൽ. നിലവിൽ ജില്ലയിൽ 9 പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. കൊല്ലം ജില്ലയിലെ കരവാളൂർ പഞ്ചായത്തിൽ ശുദ്ധജലക്ഷാമം രൂക്ഷം. ചേറ്റുകുഴി, ഉണ്ണികുന്ന്, നീലാമ്പാൾ തുടങ്ങിയ മേഖലകളിൽ സ്ഥിതി രൂക്ഷമാണ്. പഞ്ചായത്ത് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാരുടെ പരാതി. പത്തനംതിട്ട ജില്ലയിൽ 261 പേർക്ക് കൂടി കോവിഡ്. 243 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ ഇന്ന് 156 പേർ രോഗമുക്തരായി. ആലപ്പുഴ ജില്ലയിൽ 745 പേർക്ക് കൂടി കോവിഡ്. 730 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ 41 പേർക്ക് രോഗമുക്തി. കായംകുളം കായൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങിയത്. മുതുകുളം സ്വദേശി മോഹൻദാസിന്റെ മകൻ അതുലിന്റെ മൃതദേഹം. ട്യൂഷന് പോയ കുട്ടി തിരികെ വരാത്തതിനെ തുടർന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. കോട്ടയം ജില്ലയിൽ 780 പേർക്ക് കൂടി കോവിഡ്. 729 സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ ഇന്ന് 269 പേർക്ക് രോഗമുക്തി. തൊടുപുഴയിൽ നാട്ടുകാരെ ആശങ്കയിലാക്കി വീടിന്റെ വാതിലിൽ വിചിത്ര ഭാഷയിൽ എഴുതിയ കത്ത്. ചോരപ്പാടുകളുടെ സാന്നിധ്യം തോന്നിക്കുന്ന കടലാസിലാണ് കത്ത് പ്രത്യക്ഷപ്പെട്ടത്. സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ്. തൊടുപുഴ തെക്കും ഭാഗത്ത് മധ്യവയസ്കനെ അയൽവാസി പട്ടിയെ വിട്ട് കടിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് പരാതി. തെക്കുംഭാഗം സ്വദേശി സോമനാണ് അയൽവാസിക്കെതിരെ പോലീസിൽ പരാതി നൽകിയത്. വ്യക്തിവൈരാഗ്യം തീർക്കാൻ സോമൻ കള്ളക്കേസ് നൽകിയതാണെന്ന് അയൽവാസിയുടെ ആരോപണം. ഇടുക്കി നെടുങ്കണ്ടം എഴുകുംവയലിൽ ഉറങ്ങിക്കിടന്ന വീട്ടമ്മയുടെ 1.5 പവന്റെ ആഭരണങ്ങൾ മോഷ്ടാക്കൾ കവർന്നു. എഴുകുംവയൽ സ്വദേശി സുരേന്ദ്രന്റെ ഭാര്യ ശോഭയുടെ ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. സംസ്ഥാന കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗവും സീറോ മലബാർ അൽമായ ഫോറം സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് ജോസ് വിധേയത്തിൽ അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. എറണാകുളം അങ്കമാലി അതിരൂപത മുൻ പാസ്റ്ററൽ കൗൺസിൽ അംഗമാണ്. എറണാകുളം അങ്കമാലി കരയാമ്പറമ്പ് സിഗ്നലിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. അങ്കമാലി ഭാഗത്തേക്ക് വരികയായിരുന്ന കാറിന് പിറകിൽ ലോറി ഇടിക്കുകയായിരുന്നു. കാറിന് പിറകുവശം പൂർണ്ണമായും തകർന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്വർണ്ണവേട്ട. 923 ഗ്രാം സ്വർണം പിടികൂടി. ദുബായിൽ നിന്ന് വന്ന മലപ്പുറം സ്വദേശി പിടിയിലായി. സ്വർണം കടത്താൻ ശ്രമിച്ചത് ശരീരത്തിൽ ഒളിപ്പിച്ചുവെച്ച്. അഗ്നിസുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസും കേരള സിവിൽ ഡിഫൻസും ചേർന്ന് സംഘടിപ്പിച്ച സൈക്ലത്തോണിന് എറണാകുളം അങ്കമാലി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. അഗ്നിരക്ഷാ ഉപകരണങ്ങൾ പരിപാലിക്കൂ, അപകടം ഒഴിവാക്കൂ എന്നതാണ് ഈ വർഷത്തെ ആപ്തവാക്യം. അതിരപ്പള്ളിയിൽ ഇടിമിന്നലേറ്റ് ഒരു കുടുംബത്തിലെ 3 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അടിച്ചിൽ തൊട്ടി ഉരുളെ മംഗലന്റെ വീടാണ് മിന്നലേറ്റ് ഭാഗികമായി തകർന്നത്. തൃശൂർ തൊട്ടിപ്പാൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഫോട്ടോ എടുക്കുന്നതിനായി ആനയെ ഉപദ്രവിച്ചതിന് 1ാം പാപ്പാനെ അറസ്റ്റ് ചെയ്തു. പിടിയിലായത് പാമ്പാടി സുന്ദരന്റെ പാപ്പാൻ കുമ്പളങ്ങി സ്വദേശി കണ്ണൻ.
പാറളം കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് AD ജോണിയുടെ കാർ സാമൂഹിക വിരുദ്ധർ തകർത്തു. ഇന്നലെ അർദ്ധരാത്രിയിലാണ് സംഭവം. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തൃശൂർ എളവള്ളി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനിൽ സൗജന്യ വൈദ്യുതി കണക്ഷൻ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾ കണക്ഷൻ പുതുക്കുന്നതിനായി രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശം. ആധാർ കോപ്പി, കറന്റ് ബിൽ കോപ്പി, നികുതി രസീത്, കൈവശ സർട്ടിഫിക്കറ്റ് കോപ്പി എന്നിവ സഹിതം അടുത്ത മാസം 15-ന് മുൻപായി ഹാജരാക്കണം. പുതുക്കാത്ത പക്ഷം കണക്ഷൻ വിച്ഛേദിക്കും. ജില്ലയിൽ കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ പ്രത്യേക സംഘം. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും സെക്ടറൽ മജിസ്ട്രേറ്റ് കോവിഡ് സെന്റിനൽസിനെ നിയമിച്ച് ജില്ലാ കളക്ടറുടെ ഉത്തരവ്. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെ കടുത്ത നടപടി സ്വീകരിക്കും. പാലക്കാട് വസ്ത്രശാലയിലെ 29 ജീവനക്കാർക്ക് കോവിഡ്. വസ്ത്രശാല അടച്ചിടാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. ഈ മാസം 5 മുതൽ കടയിൽ എത്തിയവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. മലപ്പുറം കൊണ്ടോട്ടിയിൽ വൻ കള്ളപ്പണവേട്ട. 1,05,90,000 രൂപ പിടിച്ചെടുത്തു. 3 പേർ പിടിയിൽ. മലപ്പുറം SP-ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. വാഹനത്തിനുള്ളിൽ പ്രത്യേക അറ ഉണ്ടാക്കിയാണ് പണം സൂക്ഷിച്ചത്. മലപ്പുറം EMEA കോളേജിൽ നടന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർ സോൺ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ആതിഥേയർ ജേതാക്കളായി. ഫൈനലിൽ SN കോളേജ് ചേളന്നൂരിനെയാണ് EMEA കോളേജ് പരാജയപ്പെടുത്തിയത്. മലപ്പുറം എടക്കരയിൽ റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ 7 വയസ്സുകാരനെ ഓട്ടോറിക്ഷ ഇടിച്ചു തെറിപ്പിച്ചു. അപകടത്തിൽ നിന്നും കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എടക്കര പള്ളിക്കുന്ന് സ്വദേശി എടപ്പറ്റ മൊയ്തീന്റെ മകൻ അമാനാണ് ചെറിയ പരുക്കുകളോടെ രക്ഷപ്പെട്ടത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 1 കോടി തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കി. കോഴിക്കോട് ഒന്നാമത്. ജില്ല നേട്ടം കൈവരിക്കുന്നത് ഇതാദ്യമായി. 50,213 പേർ 100 ദിനങ്ങൾ പൂർത്തീകരിച്ചു. തേൻ ശേഖരിക്കുന്നതിനിടെ പാറയിൽ നിന്നും വഴുതി വീണ് ഫോറസ്റ്റ് വാച്ചർ മരിച്ചു. വയനാട് മേപ്പാടി റേഞ്ച് ബഡേരി സെക്ഷൻ ഫോറസ്റ്റ് വാച്ചർ ബാബുവാണ് മരിച്ചത്. കടച്ചിക്കുന്ന് കോളനിയിലെ 9 ആദിവാസികളോടൊപ്പമാണ് ഇന്നലെ ബാബു തേൻ ശേഖരിക്കാൻ പോയത്. വയനാട് ജില്ലയിൽ 348 പേർക്ക് കൂടി കോവിഡ്. 334 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ ഇന്ന് 79 പേർക്ക് രോഗമുക്തി. വയനാട് ഗൂഡല്ലൂർ മസിനഗുഡി പഞ്ചായത്തിൽ വരൾച്ച രൂക്ഷം. നീലഗിരി ജില്ലയിൽ മഴ ഏറ്റവും കുറവുള്ള പ്രദേശമാണ് മസിനഗുഡി. വേനൽ ശക്തമായതോടെ ജലസ്രോതസ്സുകൾ വറ്റിത്തുടങ്ങിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ 643 പേർക്ക് കൂടി കോവിഡ്. 596 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ ഇന്ന് 534 പേർക്ക് രോഗമുക്തി. ഷെയ്ൻ നിഗം നായകനെത്തിയ മലയാള സിനിമ ഇഷ്കിന്റെ തെലുങ്ക് പതിപ്പിന്റെ ട്രെയിലർ റിലീസ് ചെയ്തു. തേജ സജയും പ്രിയ വാര്യരുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. അനിൽ ഫിലിപ്പ് സംവിധാനം ചെയ്യുന്ന മൈക്കിൾസ് കോഫി ഹൌസ് എന്ന സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങി. ധീരജ് ജെന്നിയാണ് നായകൻ. ഫാക്ട് ചെക്ക്. നേപ്പാൾ പാർലമെന്റ് അംഗം പാർലമെന്റ് സമ്മേളനത്തിൽ നരേന്ദ്രമോദിയെ വിമർശിക്കുന്നുവെന്ന പ്രചാരണം വ്യാജം. നേപ്പാളിലെ തന്നെ പേരിൽ പ്രചരിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് MLA ജഗത് സിംഗ് നേഗിയുടെ ദൃശ്യങ്ങളാണ്. കോവിഡ് വാക്സിനേഷനായി വാട്സാപ്പിലൂടെ ബുക്കിംഗ് ചെയ്യാമെന്ന് വ്യാജ പ്രചാരണം. സത്യാവസ്ഥ പരിശോധിക്കാം. കോവിഡ് വാക്സിനേഷനായി വാട്സാപ്പിലൂടെ ബുക്ക് ചെയ്യാമെന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. ബുക്ക് ചെയ്യാനുള്ള 3 നിർദ്ദേശവും പോസ്റ്റിനൊപ്പം പ്രചരിക്കുന്നുണ്ട്. വാർത്ത വ്യാപകമായി പ്രചരിച്ചതോടെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വാർത്ത വ്യാജമാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. കേന്ദ്ര സർക്കാർ വാക്സിനേഷന്റെ ഭാഗമായി വാട്സാപ്പിലൂടെ രജിസ്ട്രേഷൻ നടത്തുന്നില്ല. കോവിൻ പോർട്ടലിലൂടെയും ആരോഗ്യ സേതു ആപ്പിലൂടെയും മാത്രമേ നിലവിൽ വാക്സിനേഷനായി രജിസ്റ്റർ ചെയ്യാനാകൂവെന്ന് PIB വ്യക്തമാക്കി. ഇനിയിപ്പോൾ കിട്ടിയ വാർത്തകൾ. കർണാടകയിൽ കോവിഡ് വ്യാപനം രൂക്ഷം. 24 മണിക്കൂറുടെ 14,859 പോസിറ്റീവ് കേസുകളും 78 മരണവും. 4,031 പേർക്ക് രോഗമുക്തി. UK-യിലേക്കും ബ്രസീലിലേക്കുമുള്ള വിമാന സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ച് പോർച്ചുഗൽ. നടപടി കോവിഡ് വ്യാപനം കണക്കിലെടുത്ത. ഹരിദ്വാറിലെ കുംഭമേളയിൽ പങ്കെടുത്ത 24 സന്യാസിമാർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ കോവിഡ് സ്ഥിരീകരിച്ച സന്യാസിമാരുടെ എണ്ണം 54ആയി. മേഖലയിൽ RT-PCR ടെസ്റ്റ് ഊർജിതമാക്കിയെന്ന് ഹരിദ്വാർ ചീഫ് മെഡിക്കൽ ഓഫീസർ. ICSE 10-12 ക്ലാസ് പരീക്ഷകൾ മാറ്റിവെച്ചു. പുതുക്കിയ തീയതിയിൽ ജൂൺ ആദ്യവാരം തീരുമാനമെടുക്കും. നടപടി തീവ്ര കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ.
നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. സ്പൈസ് ജെറ്റ് ഉദ്യോഗസ്ഥരിൽ നിന്ന് 2.5 കിലോ സ്വർണം പിടിച്ചെടുത്തു. 1 കോടിയോളം രൂപ വിലമതിക്കുന്ന സ്വർണം പിടിച്ചെടുത്തത് DRIയുടെയും കസ്റ്റംസിന്റെയും സംയുക്ത പരിശോധനയിൽ. അടുത്ത 100 ന്യൂസ് 9 മണിക്ക് കാണാം. ഇനി 24 റൗണ്ടപ്പുമായി ഉന്മേഷ് ശിവരാമൻ ചേരും. നമസ്കാരം.